നമ്മൾ ഇന്ന് വിയന്നയുടെ ഒരു ട്രിപ്പിന് പോവാണ് കേട്ടോ. വയനാടൊക്കെയാണ് പോകുന്നത്. വയനാട് ബ്ലൂബെൽ റിസോർട്ട് അല്ല സുജേഷ്? ബ്ലൂബെൽ അല്ലേ? അപ്പൊ ബ്ലൂബെൽ റിസോർട്ടിലേക്ക് പോവാണ്. എന്താ പറയാ, കണ്ണൂർ തന്നെ ഏറ്റവും അടിപൊളി കണ്ണൂർ വയനാട് ബോർഡറിലുള്ള പെരിയ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി. സുജേഷ് മുന്നേ അവിടെ പോയിട്ടുണ്ടായിനാ? ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മള് വിയന്ന മെമ്പർ ആയിരുന്നു മൂപ്പറവും. ആണോ? എവിടുത്തെ അറിയോ? ഇവിടെ കണ്ണൂർ ചാപ്റ്ററിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ അന്നേരത്തെ മൂപ്പറായിട്ട് കുറെ സംസാരിച്ചു. ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്നത്. അടിപൊളി. അപ്പൊ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് നല്ലൊരു ആംബിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ. നമ്മൾ ഭയങ്കര പങ്ക്ച്വൽ ആയ ആൾക്കാരുണ്ട്. ഇപ്പൊ 4 മണിയായി. ഇതാ ഇവരൊക്കെ ലേറ്റ് ആയത് കൊണ്ടാണ് ഞാനും ലേറ്റ് ആയി പോയത്. ഇതാ കൈലാസ് പ്രോയില് ലേറ്റ് ആയിട്ട് എത്തിയത്. പാവം എന്റെ വീട്ടിൽ അമ്മ കുറച്ച് ചിക്കൻ കറി കൊണ്ട് ഇന്ന് ചോറ് ഒപ്പിക്കാന്ന് വിചാരിച്ച സമയത്ത് ഇവർ അവിടെ വന്ന് ചട്ടി അടക്കം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവിടെ അമ്മക്ക് പോലും ഒരു ഭക്ഷണം ഇല്ല. സ്പെഷ്യൽ ചെമ്മീനും മത്തി പൊരിച്ചതും പിന്നെ കല്ലുമ്മക്കായി അച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടായിരുന്നു. അതെ, ഓംലെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സമയം ഷാജി പാപ്പനും കൂടി ഇതിലുണ്ടായിരുന്നു. നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് നമ്മളെ കൈലാസ് പ്രോ സുജേഷും ഇപ്പൊ ഇത് ഈ വണ്ടിയിലുള്ളത്. അപ്പൊ ഇവരെ കോമഡിയും ബഡായി എല്ലാം കേട്ടിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ല, പെട്രോളും വേണ്ട ബാറ്ററിയും വേണ്ട, ഒറ്റ തള്ളിനങ്ങ് പോകുന്നു. ആണ്. അത്രമാത്രം തള്ള ഇവര് രണ്ടാളും ഫ്രണ്ടിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊന്നുമല്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഒരു വയനാട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ആംബിയൻസ് വരുന്നുണ്ട്. നമ്മളെ കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു കൂളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് AC യുടെ കൂളിംഗ് മാത്രമല്ല. ഇപ്പൊ നമ്മളിതാ കണ്ണവ് എത്തി അല്ലേ? കണ്ണവം ഫോറസ്റ്റിലേക്ക് ഈ ഒരു ഏരിയ അല്ലേ? സുജേഷ് എല്ലാം കുറച്ചൊന്നുമല്ല, തള്ളിക്കൊണ്ടിരിക്കുവാണ്. അവര് പ്രിന്ററിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ തള്ളി പുറത്തു വരുന്നത് അതേ അവസ്ഥയിൽ ഇവരിപ്പോ തള്ളിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കൈലാസ് പ്രോ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടിയിലെ ഇന്നത്തെ യാത്ര ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പൊ വണ്ടി എങ്ങനെയുണ്ട് കൈലാസ് പ്രോ? ആണോ? എന്താ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്? ഓഹോ, ഒരിക്കലും ബാക്കോട്ടേക്ക് പോകുന്നത് ഏറ്റവും നല്ലത്, മാർക്കറ്റിൽ ഏറ്റവും നല്ലതായിട്ട് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന വണ്ടി തന്നെ നമ്മള് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നെടുമ്പുഴയിലെത്തി. അപ്പോൾ നമ്മളെ യാത്ര നമ്മളെ KDയുടെ വണ്ടിയിലാണ്. ഞാൻ കുറേ കാലമായി ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കണം എന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് KD ഇതിന് അയ്യോ ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഈ ഇലക്ട്രിക് വണ്ടീനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും സമയം. അപ്പൊ KD തന്നെ ബാക്കി കാര്യങ്ങൾ പറയട്ടെ. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടിയെല്ലാം നല്ല സ്മൂത്ത് ആണ്. ഞാനും ഇലക്ട്രിക് വണ്ടി ആദ്യമായിട്ട്. ഏതാ വണ്ടി? ഇത് MGയുടെ വിൻസർ. അപ്പൊ ഹൈബ്രിഡ് ഓടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈക്രോസ് കയ്യിലുണ്ട്. അപ്പൊ അത് ഓടിച്ച് വെച്ച് നോക്കുമ്പോ ഫൈൻ, അതേ ഒരു ഫീച്ചർ തന്നെ. പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി ഇലക്ട്രിക് ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആണ്. ആണല്ലേ? പിന്നെ പെട്രോൾ അടിക്കണ്ടല്ലോ, അതിന്റെ വലിയൊരു കാര്യമാണ്. പെട്രോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഇവര് തള്ളി അവിടെ എത്തും, ഉറപ്പാണ്. ഈ വണ്ടിയിൽ പെട്രോൾ വണ്ടിയാണെങ്കിലും വണ്ടി അവിടെ എത്തും കറക്റ്റ് ആയിട്ട്. പെട്രോൾ ഇല്ലെങ്കിലും എത്തും. അത്രമാത്രം തള്ളല ഈ സുജേഷ് ഒക്കെ ഇവിടുന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആണ്, ഭയങ്കര തള്ളലല്ലേ? ഞാൻ പിന്നെ ഡ്രൈവിംഗിലായിട്ട് അധികം കോൺസെൻട്രേഷൻ ഡ്രൈവിംഗ് കൊടുത്തോണ്ട് അധികം തള്ളുന്നില്ല. പിന്നെ വണ്ടീനെ കുറിച്ച് ഇപ്പത്തെ കറന്റ് സിറ്റുവേഷനിൽ സെനറിയിൽ നോക്കുകയാണെങ്കിൽ ആ ഈ ഒരു ബഡ്ജറ്റിന് നല്ലൊരു വണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആണ്. നല്ല കംഫർട്ട്, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് വിൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള മോഡലെല്ലാം വെച്ച് നോക്കുമ്പോ ഇപ്പം ബ്രാൻഡ്സ് പറയുന്നത് ശരിയല്ലല്ലോ. ബാക്കിയുള്ളതെല്ലാം ഇതേ റേഞ്ചിലുള്ള വേറെ വണ്ടിയെല്ലാം നോക്കുമ്പോ അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ വണ്ടികൾക്കും ഉണ്ട്. കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നും കൂടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വിൻസറിലേക്ക് പോകുന്നത്. അപ്പൊ അടിപൊളി. അപ്പൊ നമ്മളെ യാത്ര, അപ്പൊ ഇന്നത്തെ യാത്ര മൊത്തം ഈ വണ്ടിയിലാണ് കേട്ടോ. അപ്പൊ സുജേഷ് എന്താന്നും പറയാതെ? സുജേഷ് എന്താ പറയാ, പ്രകൃതി ഭംഗി ആണല്ലേ? നല്ല ഉണ്ടല്ലേ കാണാൻ വേണ്ടിട്ട്. വയനാടിന് ത്രില്ല് കൂടും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ വൈത്തിരി പാർക്കിന്റെ പരസ്യമാണ്. രണ്ടുപേരതാ ഒരു സ്കൂട്ടിയും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആന്ന് ഉടവങ്കോട് റോഡോ? അപ്പൊ ഇതാ നമ്മൾ ഏകദേശം എവിടെ എത്തിന്ന് പറയാ? നെടുമ്പൊയില് ചുരം കയറാൻ പോവാ. എങ്ങനെ പാൽച്ചുരം വഴി എത്താനാവുമ്പോ നമ്മളെ മട്ടന്നൂർ കഴിഞ്ഞ മുത്തപ്പ ക്ഷേത്രമുണ്ട്, പേര് മറന്നു.
പറയാൻ വന്നത് പറഞ്ഞു. പറയാൻ വന്നത് അത് തന്നെ, അതിന്റെ പേര് മറന്നു. ഇതെവിടെ ഒരു കാവൊക്കെ ഉണ്ട്, ശ്രീ വേലേരി ഭഗവതിക്കാവ്, ആരുടെ സ്ഥാനാണ് കേട്ടോ. ഇപ്പൊ ഒരു ഡാർക്ക് സീനായി, ഫുൾ മരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡാർക്ക് സീനറി ആയിട്ടുണ്ട്. അവിടെ എങ്ങനെ തണുപ്പാണോ വയനാട്? വയനാട് തണുപ്പാന്ന് പ്രതീക്ഷിക്കുന്നു, ഇനി പോയാൽ അറിയാം. ഇവിടുത്തെ ചൂട് കുറച്ചങ്ങോട്ടേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ? ജേഡിയുടെ ഒക്കെ തള്ളം കേട്ടിട്ട് വന്നതാണ്. വയനാട് ചക്കയാണ് മാങ്ങയാണ് മിനി ഊട്ടിയാണെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്, ഇനി അവിടെ പോയാൽ അറിയാം. ബാക്കി ജേഡിക്കുള്ള മണി അവിടെ എത്തിയിട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ഇവിടെ എത്തി കേട്ടോ, പെരിയയിലെത്തി, ബ്ലൂബെൽ റിസോർട്ടിലെത്തി. ഇനി ഇവിടെ നിന്നൊരു 100 മീറ്ററേ ഉള്ളൂ അല്ലേ? അപ്പോൾ 100 മീറ്ററേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്, ഞാൻ കാണിച്ചുതരാം പ്ലീസ്. എന്താ ഇതുവഴി വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ശ്രീനാഥേട്ടൻ്റെ വണ്ടി മുന്നിൽ പോയിട്ടുണ്ട്, പിറകെ തന്നെ നമ്മൾ പോകുന്നുണ്ട്. സുജേഷ് കുറേ സമയം ഇപ്പോൾ അവൻ തലവേദന എടുത്തിട്ട് കളിക്കുന്നു. വയ്യാണ്ടായി കുട്ടിക്ക്. അവിടെ എത്തി ഉടനെ തന്നെ പോയി കിടന്ന് ഉറങ്ങണം എന്നൊക്കെയാണ് കക്ഷി പറയുന്നത്. സാരമില്ല പാവം. ആ തലവേദനയുള്ള കുട്ടികൾ പൂളിൽ തുള്ളാൻ പാടില്ല. ഇത് കാപ്പിത്തോട്ടല്ലേ കാണുന്നേ? ഒരുപാട് കാപ്പിത്തോട്ടൊക്കെ ഉണ്ട്. ചക്കയുണ്ട് കേട്ടോ. ഓർമ്മ വരുന്നത് എന്ത് ചക്ക? താമര പോലത്തെയോ? നീ പറഞ്ഞോളൂ എന്താണ് പറഞ്ഞതെന്ന്. ചക്ക കണ്ടപ്പോ ഗേസ് അവന്റെ തലവേദന പോലും പമ്പ് കടന്നു. ആണ് 7042 നമ്മുടെ ശ്രീനാഥേട്ടൻ്റെ വണ്ടിയാണ്. ഇതാ പോകുന്നുണ്ട്, മണ്ണിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ ബ്ലൂബെൽ എത്തിയിട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നല്ലൊരു എൻട്രൻസ് ഒക്കെയാണല്ലോ ഇതാ. പക്ഷെ നമ്മൾ പാർക്കിംഗ് നേരെ അങ്ങോട്ടേക്കാണോ പോകുന്നത്? നമ്മളെ ശ്രീനാഥേട്ടൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് കണ്ടത്. ഇതാ ഓറഞ്ച് പെയിൻ്റൊക്കെ അടിച്ച ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ബട്ടർഫ്ലൈനെ കൊണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും നമ്മളിതാ ഇവിടെ എത്തി. ഇതാ സുജേഷും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇതാ പോൾ സാറ് വരുന്നുണ്ട്. പോൾ സാറും മോനും ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പോൾ സാർ ഇതാ. ഇതാ നമ്മളെ ക്വാളിറ്റി റാക്സ്, നമ്മളെ ശ്രീനാഥേട്ടൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ഷെവിൻ സാർ ഇതാ ഇവിടെ ഉണ്ട്. ഹലോ ഡോക്ടറേ. ഇതാ എല്ലാവരും ഇത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുവാണ്. ഒരു ടീം ഇവിടെ എത്തി. ഇതാ പ്രസിഡന്റ് വേറെ ലെവലിലാണ് വന്നിരിക്കുന്നത്. ഇമേജിന്റെ പരസ്യമായിട്ടോ പ്രസിഡന്റ്. ഗ്ലാസ് വേ എല്ലാം ഉണ്ട്. ഓ ഇത് ഹോൾമാർക്ക്. ഇതാ അടുത്തത് നമ്മളെ രംഗണ്ണന്റെ എൻട്രി ആണ്. വാവ് പൊളിച്ച്. നമ്മൾ ഈ ബ്ലൂബെല്ലിന്റെ എൻട്രൻസിലെത്തി. ഇവിടെ തന്നെ നല്ല വൈബായിട്ട് ഓരോ കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്ക് കാണാം. കാരണം വെച്ചാൽ ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ പ്രൊഫൈൽ ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് കുറച്ചും കൂടി അടിപൊളി വ്യൂ ആണ് തോന്നുന്നത്. അപ്പൊ ഇതാ നമ്മളെ ചെണ്ടക്കപ്പിയായിട്ട് രംഗണ്ണം വന്നോണ്ടിരിക്കുന്നുണ്ട്. അത് അടുത്ത തലയിലേക്ക് ഇത് കൈമാറി. അപ്പൊ ഇവിടെ നമ്മള് ബ്ലൂബെല്ലിന്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കടന്നു. ഇതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ റൂംസ് കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങോട്ടേക്ക് പോവാണ്. വോളിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിയാ. ഒരുപാട് ആർട്ട് വർക്ക്. ഇത് ഇവിടെയൊക്കെ കണ്ടോ, നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ ഹട്ട് മോഡലിലാണ് ഇവിടുത്തെ ഓരോ, ഇത് റൂംസാണ്, ഓരോ ഹട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പൂള് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊരു പ്രൈവറ്റ് പൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സാറേ നമസ്കാരം.
കുഴപ്പമില്ല. ഇതാ നമ്മളെ നിയാസ് ഭായി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹായ്. ഇതാ നമ്മളെ ദിനേശ് ഏട്ടൻ, നമ്മളെ സ്വന്തം ദിനേശ് ഏട്ടൻ ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു വോളാണ് കേട്ടോ, 2 ബിൽഡിങ് തമ്മിലുള്ള ഒരു വോള്. നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജു ഭായി ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ രാജേഷ് ഏട്ടനൊക്കെ ഇത് ഇവിടെ എത്തി. ഹായ്. അപ്പൊ ഇതാണ് നമ്മളെ റൂം കേട്ടോ. ഇത് ഇങ്ങനെയുള്ളത്. ഈ മരത്തിന്റെ മുകളിലാണ് റൂം. സുജേഷേ, എങ്ങനെയുണ്ട് സെറ്റപ്പ്? അടിപൊളിയല്ലേ? കോർക്കട്ട് ചെയ്യാ. അപ്പൊ ഇതിന്റെ ടോപ്പിലെത്തി നമ്മള്. അപ്പൊ ഇതാണ് കേട്ടോ റൂം. ഞാനും ഡോക്ടറും കൂടി ഈ റൂമിലാ. ഇവിടെ ഇതാ പ്രൈവറ്റ് പൂൾ കൂടാണ്ട് വലിയൊരു പൂള് കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു പൂൾ കൂടിയുണ്ട്. വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളിൽ പോയെങ്കിലും എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉൾവശങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മൾ ഷൈജു സാറൊക്കെ നടന്നു വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇത് ഇവരുടെ ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവിടെ വീണ്ടും ഒരു എൻട്രൻസ്, ഇങ്ങനെ ഒരു എൻട്രൻസും കൂടി കടന്നിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഗേറ്റ് കണ്ടോ, ഈ ഒരു ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, ഒരു ഹട്ട് മോഡലിലുള്ള ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇതിൻ്റെ വോളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്താൽ കണ്ടോ, നല്ലൊരു ആസ്തറ്റിക് വ്യൂവിലാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാ ബ്ലൂ ബെൽ റിസോർട്ട്. അതുകൂടാതെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മുകളിൽ റൂംസും കാര്യങ്ങളും ഉണ്ട്, ട്രീ ടോപ്പ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള വേ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോള് കൊടുത്തിരിക്കുന്നത് ഓരോ ബിൽഡിങ്ങും തമ്മിലുള്ള പാർട്ടീഷന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് വോൾസും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ചെറിയൊരു സിറ്റിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ താഴെയൊക്കെ കംപ്ലീറ്റ് വാഴത്തോട്ടങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ വാഴത്തോട്ടങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതാ ആദ്യത്തെ റൂം ഇതാ ഇവിടെയാണ്. അപ്പോൾ ഈ റൂമിലേക്കുള്ള വഴി ഇത്. റൂം ഇപ്പോൾ ആളുണ്ടാവും, ക്ലോസ്ഡാണ്. ഇതാ എല്ലാത്തിനും ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, എല്ലാ റൂംസിൻ്റെ ഇടയിൽ ഒരു പ്രൈവറ്റ് പൂൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാ എത്ര ഭംഗിയായിട്ട് അവർ വോളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കിയേ. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്കൊരു ക്യാൻഡിലിവർ പോലെ ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നുള്ള ആ ഒരു സീനറി എൻ്റെ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പാണ്. അത് ഇതുപോലെ തന്നെ ഈ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ എല്ലാ റൂംസിൻ്റെ അടുത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജ് കംപ്ലീറ്റ് എന്താ വോള് ഈ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വോൾ ഇതാ നല്ല ഭംഗിയായിട്ടാണ്, പഴമയുടെ തനിമ വിളിച്ചോതുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നുണ്ടോ, വുഡൻ പീസ് ഉപയോഗിച്ചിട്ടിതാ ഇങ്ങനെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റൂം ആക്ച്വലി ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റൂമിൽ എന്തൊക്കെ സൗകര്യം വരുന്നത് ഞാൻ കാണിച്ചു തരാം. അലങ്കോലാണ്. ഇതാ ഒരു ബെഡ് വരുന്നുണ്ട്, നല്ലൊരു ഓവൽ ഷേപ്പാണ്. അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ്, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടോയ്ലറ്റൊക്കെയാണ്. ഓ നല്ല സൗകര്യമുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്താ ഇവിടെ ഒരു മിറർ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു സോഫ, TV, ഇവിടെ AC, നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ പാണ്ടാസിനെ ഇവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവിടെ ഓഫീസും മറ്റുമാണെന്ന് തോന്നുന്നു.
ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് നല്ല ഭംഗിയുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴോട്ട് പോയിട്ട് അതിന് ശേഷം അത് കാണിച്ചു തരാം. ഇതുപോലുള്ള 5 ഡോം ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ചെറിയൊരു പാർക്കാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പാർക്കാണ്. ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഇവിടുന്ന് വീണ്ടും ഈ നാച്ചുറൽ സ്റ്റോൺ പതിച്ച ഈ വഴികളിലേക്കൂടി വേണം എന്ത് ചെയ്യുക, മുകളിലേക്ക് പോകാൻ. മുകളിൽ പോയാലാണ് അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾസ് ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ വരുന്നത്. ഇവിടുന്ന് താഴെയാണ് വാട്ടർഫോൾസും സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും ജയശ്രീ ഡോക്ടറും കൂടി താമസിച്ചത് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. ആ ഒരു ഫ്ലോറിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. നല്ല എത്ര അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയിലാണ് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതവിടെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതിൽ കാണുന്ന ബ്ലൂബെൽ റെസ്റ്റോറൻ്റാണ്. ഇന്നലെ ഇവിടെയാണ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ്. ഇവിടത്തേക്കുള്ള സ്റ്റെപ്സ് കണ്ടോ കൊടുത്തിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ ഷേപ്പിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ സ്റ്റെപ്സ്. ഇവിടെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല സീനറി. ഇവിടുന്ന് താഴത്തേക്ക് കോഫി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മൾ താമസിച്ച അതേ സെറ്റപ്പ് തന്നെ ഒരു ബിൽഡിംഗ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന ബിൽഡിങ്ങാണ്. ഇവിടുന്ന് താഴോട്ടാണ് പൂള് വരുന്നത്. ഈ ഒരു റൂമിലേക്കുള്ള എൻട്രൻസ് ഒക്കെ കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് താഴത്തേക്ക് പൂളും അതേപോലെ തന്നെ വാട്ടർഫോൾസൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർഫോൾസൊക്കെ രാത്രിയാണ് ഓപ്പൺ ആക്കുന്നത്. രാത്രിയല്ല, വൈകുന്നേരമാണ് ഓപ്പൺ ആക്കുന്നത്. ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് വ്യൂ നോക്കിയേ.